വെൽക്കം ടു പ്രെപ്സ്കെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പോലീസിന്റെ രണ്ട് പ്രധാന നോട്ടിഫിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെയും ഫയർ ഡ്രൈവറുടെയും നോട്ടിഫിക്കേഷൻസ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് 551/2025 എന്നുള്ള കാറ്റഗറിയിൽ ഇറങ്ങിയിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അല്ലെ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ ഇതാണ്. മുമ്പ് ഇതാണ് ഫയർമാൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അല്ലെ, ഫയർമാൻ. ഇപ്പൊ ഇതിന്റെ ശമ്പളം നമുക്ക് നോക്കിയാലോ, അത് 27,900 മുതൽ 63,700 എന്നുള്ള ശമ്പള സ്കെയിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ഒഴിവുകളുടെ എണ്ണം എന്താണ്? പ്രതീക്ഷിത ഒഴിവുകളാണ് അല്ലെ. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നിയമന രീതി എന്താണ്? നേരിട്ടുള്ള നിയമനമാണ് അല്ലെ. നേരിട്ടുള്ള നിയമനമാണ്. എന്താണ് നിയമന രീതി? നേരിട്ടുള്ള നിയമനമാണ്. ഇനി ഇതിന്റെ പ്രായപരിധി അത് 18 മുതൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധി അല്ലെ. 18 മുതൽ 26 വയസ്സ് വരെ. ഇതിലെന്താണ് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അല്ലെ. 18 മുതൽ 26 വരെ എന്താണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. OBCക്ക് 3, SC STക്ക് എന്താണ് 5 വർഷവും എന്താണ് ഉയർന്ന പ്രായപരിധിയിൽ എന്താണ് ഇളവുകൾ ലഭിക്കും. ഓക്കെ, ഇനി ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പരീക്ഷിക്കണം. ഓക്കെ, കൂടാതെ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് എന്താണ് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അതെന്താണ് ജസ്റ്റ് മുൻഗണന മാത്രമാണ്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ +2 പാസ്സായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതിന് അപേക്ഷ കൊടുക്കാം. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് എന്താണ് ഒരു മുൻഗണന എന്നുള്ളത് മാത്രമാണ്. എങ്കിലും എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? അത് +2 ആണ് അല്ലെ. +2 ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. നമുക്കറിയാം ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം അല്ലെ. ശാരീരിക യോഗ്യതകളും ഉണ്ടായിരിക്കണം. ഈ താഴെ പറയുന്ന ശാരീരിക യോഗ്യതകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പൊതുവിഭാഗത്തിനുള്ളതും പിന്നെ എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള രീതിയിലാണ് രണ്ട് ശാരീരിക യോഗ്യതകൾ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത്. ഉയരം പൊതുവിഭാഗത്തിന് 165 സെന്റിമീറ്ററും പട്ടികജാതി വിഭാഗത്തിന് 160 സെന്റിമീറ്ററുമാണ്. എന്നാൽ തൂക്കം എന്താണ്? പൊതുവിഭാഗത്തിന് 50 കിലോഗ്രാമും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് എന്താണ് അത് 48 കിലോഗ്രാമുമാണ്. നെഞ്ചളവ് എന്താണ്? പൊതുവിഭാഗത്തിന് 81 സെന്റിമീറ്റർ. അത് ചെയ്യണം 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ചെയ്യണം. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് എന്താണ് അത് 76 സെന്റിമീറ്റർ മതി. ചെസ്റ്റ് എക്സ്പാൻഷൻ എന്താണ്? അത് രണ്ടിന്റെ എന്താണ് 5 സെന്റിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ്പാൻഷൻ ചെയ്യണം. ഇതാണ് ഇതിന്റെ ശാരീരിക യോഗ്യതകൾ. ഓക്കെ, യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതാണ് ഇതിന്റെ ശാരീരിക യോഗ്യതകൾ. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ നമുക്ക് എന്താണ് നീന്തലിൽ ഒരു പ്രാവീണ്യം കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, നീന്താൻ അറിയാൻ കൂടിയാണ്. കാരണം എന്താണ് ഒരു നീന്തലിന്റെ ഒരു ടെസ്റ്റും കൂടി എന്ത് ചെയ്യും PSC നടത്തും. അപ്പൊ നീന്തലിൽ പ്രാവീണ്യം തെളിയിക്കുന്നതിന് കമ്മീഷൻ താഴെ പറഞ്ഞ രീതിയിലുള്ള പ്രായോഗിക പരീക്ഷകൾ നടത്തുന്നതാണ്. അതാണ് 50 മീറ്റർ എന്ത് ചെയ്യണം 2 മിനിറ്റിൽ നീന്തി പൂർത്തിയാക്കണം. കാരണം എന്താണ് ഒരു നീന്തലിന്റെ ഒരു സ്വിമ്മിംഗ് ടെസ്റ്റും കൂടി എന്ത് ചെയ്യും ഇതിന്റെ ഭാഗമായിട്ട് എക്സാമിന് ശേഷം എന്ത് ചെയ്യും PSC നടത്തും എന്നുള്ളതാണ്. കൂടാതെ എന്താണ് നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് എന്താണ് 2 മിനിറ്റ് വെള്ളത്തിൽ എന്താണ് പൊങ്ങിക്കിടക്കാനുള്ള കഴിവ് കൂടിയിട്ടാണ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള രണ്ട് എന്താണ് ഇനങ്ങളും വിജയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ PSC എന്താണ് ഈ നീന്തൽ പരീക്ഷ പാസ്സായിട്ടായിട്ട് എന്ത് ചെയ്യുള്ളൂ കണക്കാക്കുകയുള്ളൂ. സാധാരണഗതിയിൽ യൂണിഫോം പോസ്റ്റിൽ എന്താണ് ഒരു ഫിസിക്കൽ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. ഇതിലെന്താണ് ഫിസിക്കൽ ടെസ്റ്റ് കൂടാതെ എന്താണ് ഒരു നീന്തലിലുള്ള ടെസ്റ്റ് കൂടിയിട്ട്. അപ്പൊ നീന്തലിലെ 2 ടെസ്റ്റ് വരുന്നതാണ് ഈ 2 വിഭാഗങ്ങളാണ്. എന്താണ് 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ എന്ത് ചെയ്യണം നമ്മൾ നീന്തുകയും വേണം. കൂടെ എന്താണ് ഒരു ആഴമേറിയ ഭാഗത്ത് 2 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം പൊങ്ങിക്കിടക്കുകയും വേണം. ഇതാണ് എന്ത് ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള നീന്തലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ എന്താണ് നീന്തൽ അറിയാത്തവർ എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം നീന്തൽ പഠിച്ചു തുടങ്ങുക. കാരണം എന്താണ് ഈ ഒരു എക്സാമിന് നീന്തൽ നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ മറ്റു യോഗ്യതയും കൂടി നമുക്ക് നോക്കാം. ഇതിന്റെ എന്താണ് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു നിർദ്ദേശിച്ചിട്ടുള്ള കാഴ്ച ശക്തി ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് വലതു കണ്ണിന്റെയും ഇടതു കണ്ണിന്റെയും കാഴ്ച ശക്തി എന്ന് പറയുന്നതാണ് ദൂരക്കാഴ്ച അറബിയാർ സ്റ്റെല്ലനും എന്താണ് 2 കണ്ണിനും അങ്ങനെ തന്നെയാണ്. ഇടതു കണ്ണിനും വലതു കണ്ണിനും അങ്ങനെ തന്നെയാണ്. സമീപ കാഴ്ച എന്താണ് 0.5 നെല്ലനുമാണ് അല്ലെ. പിന്നെ എന്താണ് ഫീൽഡ് ഓഫ് വിഷൻ എന്താണ് 2ന്റെയും പൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ്. ഇത് എന്താണ് കാഴ്ച ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യോഗ്യതയാണ്. പിന്നെ എന്താണ് ഇതിൽ ഒരു മുൻഗണന എന്നുള്ള ഒരു വിഭാഗമുണ്ട്. അതായത് മറ്റ് തരത്തിൽ തുല്യമാകുന്ന പക്ഷം ഹോം ഗാർഡായി 3 വർഷക്കാലം സേവനം പൂർത്തിയാക്കുകയും പ്രസ്തുത കാലയളവിൽ ഫയർ ഫൈറ്റിംഗിന്റെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വോളണ്ടിയർമാർക്ക് എന്താണ് ഈ തസ്തികയിൽ എന്ത് ചെയ്യുന്നുണ്ട് മുൻഗണന നൽകുന്നുണ്ട് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. പിന്നെ പ്രൊബേഷന്റെ കേസാണ്. ഈ തസ്തികയിൽ നിയമിതമാകുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ട്രെയിനിങ്ങും പരീക്ഷയും പൂർത്തിയാക്കിയ ശേഷം എന്താണ് ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായി 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം 2 വർഷം പ്രൊബേഷനിലായിരിക്കും. അപ്പൊ 2 വർഷത്തെ പ്രൊബേഷനും കൂടി ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക.
പിന്നെ എന്താണ് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് സ്റ്റേറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ട്രെയിനിങ് സ്കൂളിലോ അതിനായി നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ 6 മാസത്തെ പരിശീലനം പൂർത്തിയാക്കേണ്ടതും 6 മാസത്തെ പരിശീലനം പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം എന്താണ് പരിശീലനത്തിന് അനുസരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പരീക്ഷ പാസ്സാകേണ്ടതുമാണ്. ഓക്കെ, മേൽപ്പറഞ്ഞ പരിശീലനത്തിന് ശേഷം എന്താണ് ഏതെങ്കിലും ഒരു ഫയർ സ്റ്റേഷനിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലനവും പൂർത്തിയാക്കേണ്ടതും പരിശീലനത്തിന് അനുസരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പരീക്ഷ പാസ്സാകേണ്ടതുമാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. 6 മാസം എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ. പിന്നെ ഇതിന്റെ എന്താണ് ബോണ്ടുകൾ ഉണ്ട് അല്ലെ, ബോണ്ടുകൾ ഉണ്ട്. അതായത് ഈ തസ്തികയിൽ നിയമിക്കപ്പെടുമ്പോൾ എന്താണ് പരിശീലനത്തിന് ശേഷം കുറഞ്ഞത് എന്താണ് 7 വർഷമെങ്കിലും നിർബന്ധമായും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ജോലി ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ബോണ്ട്. അതിന് കഴിയാതെ വന്നാൽ സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന തുക എന്താണ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കാമെന്ന് നടക്കുന്ന ഒരു എന്താണ് ബോണ്ടിന്റെ ഇതിൽ എന്താണ് നിയമന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ നൽകേണ്ടി വരും. ഓക്കെ, മിനിമം എന്താണ് 7 വർഷം സർവീസ് എടുക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന് തുല്യമായിട്ടുള്ള ബോണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കെട്ടിവെക്കേണ്ടി വരും. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി നമുക്കറിയാം, എന്താണ് ഓൺലൈൻ വഴിയാണ് അല്ലെ, നമ്മുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് എന്ത് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയോ 14/1/2026 അല്ലെ, ജനുവരി 14 വരെ എന്ത് ചെയ്യാം 2026 ജനുവരി 14 വരെ എന്ത് ചെയ്യാം ഇതിന് അപേക്ഷ സമർപ്പിക്കാം, രാത്രി 12 മണി വരെ. വെബ്സൈറ്റ് നമുക്കറിയാം kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഇതിന് എന്ത് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ എന്താണ് ലേറ്റ് ആവേണ്ട, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം ഇതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. ഇനി എന്താണ് 552/2025 ഫയർ എന്താണ് റെസ്ക്യൂ എന്താണ് ഡ്രൈവറുടെ അല്ലെ, ഫയർ റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറുടെ എന്താണ് തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. ജസ്റ്റ് അത് നോക്കാം. അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 എന്നുള്ള ശമ്പള സ്കെയിലാണ്. പ്രതീക്ഷിത ഒഴിവുകളുമാണ്. ഓക്കെ, നിയമന രീതി നമുക്കറിയാം, എന്താണ് നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 മുതൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇത് കൂടാതെ എന്താണ് നമ്മുടെ സാധാരണഗതിയിലുള്ളതുപോലെ SC/ST വിഭാഗത്തിനും പിന്നെന്താണ് OBCക്കും എന്താണ് 3 വർഷം 5 വർഷം എന്നുള്ള രീതിയിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഏജ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, OBCക്ക് 3 വർഷവും SC/STക്ക് എന്താണ് 5 വർഷവും ഈ പറഞ്ഞിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിൽ എന്താണ് ഏജ് റിലാക്സേഷനും കിട്ടും. ഓക്കെ, പിന്നെ യോഗ്യതകൾ എന്താണ് +2 തത്തുല്യമായിട്ടുള്ള പരീക്ഷ വിജയിച്ചിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള യോഗ്യത തന്നെയാണ്. പിന്നെ എന്താണ് ഇത് ഡ്രൈവറുടെ തസ്തിക ആയതുകൊണ്ടാണ് ഹെവി പാസഞ്ചർ വാഹനങ്ങളോ ഹെവി ഗുഡ്സ് വാഹനങ്ങളോ ഓടിക്കുന്നതിനുള്ള എൻഡോസ്മെന്റ് ഉൾപ്പെടെയുള്ള എന്താണ് സാധുവായിട്ടുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഹെവി വാഹനങ്ങൾ ഓടിക്കാനുള്ള എന്താണ് ലൈസൻസും ബാഡ്ജും എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം. കാരണം എന്താണ് ഡ്രൈവറുടെ പോസ്റ്റാണ്. ഓക്കെ, പിന്നെന്താണ് ഓർക്കേണ്ട കാര്യം, അപേക്ഷ അയക്കേണ്ട അവസാന തീയതി അല്ലെങ്കിൽ OMR പരീക്ഷ, പ്രായോഗിക പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ തുടങ്ങി എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും ഉദ്യോഗാർത്ഥിക്ക് എന്താണ് നിലവിലുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒന്നാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞിട്ടുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസും അതിന്റെ ബാഡ്ജും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് അത് ചെയ്യാം അല്ലെങ്കിൽ അത് റെഡിയാക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ആ കാര്യം എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ സംഗതി എന്ത് ചെയ്യണം നമ്മുടെ അതായത് ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും, അതായത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും നമുക്ക് എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ശാരീരിക യോഗ്യതകൾ നമുക്കറിയാം, എന്താണ് ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ശാരീരിക യോഗ്യതകളുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ശാരീരിക യോഗ്യതകളുണ്ട്. അതായത് എന്താണ് ഉയരം എന്താണ് പൊതുവിഭാഗത്തിന് 165 സെന്റിമീറ്ററും പട്ടികജാതിക്ക് 160 സെന്റിമീറ്ററുമാണ്. തൂക്കം എന്താണ് പൊതുവിഭാഗത്തിന് 50 കിലോഗ്രാമും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് എന്താണ് 48 കിലോഗ്രാമുമാണ്. നെഞ്ചളവ് എന്താണ് 81 സെന്റിമീറ്റർ ആണ് പൊതുവിഭാഗത്തിന്, പട്ടികജാതി വിഭാഗങ്ങൾക്ക് എന്താണ് അത് 76 സെന്റിമീറ്റർ ആണ്. നെഞ്ച് വികാസം എന്താണ് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 81 എന്നുള്ളത് 86 ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. മറ്റെന്താണ് 76 എന്നുള്ളത് 81 എന്നുള്ള രീതിയിൽ 5 സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചശക്തി ഉണ്ട്. പിന്നെ എന്താണ് ഇതിൽ മുൻഗണനാ വിഭാഗം ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. എന്താണ് മറ്റു വ്യവസ്ഥകൾ തുല്യമാകുന്ന വർഷം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഹോം ഗാർഡ് ആയിട്ട് 3 വർഷക്കാലം സേവനം പൂർത്തിയാക്കുകയും പ്രസ്തുത കാലയളവിൽ എന്താണ് ഫയർ ഫൈറ്റിംഗിന്റെ എന്താണ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത ഹോം ഗാർഡ് വോളണ്ടിയർമാർക്ക് എന്താണ് ഈ തസ്തികയുടെ നിയമനത്തിന് മുൻഗണന നൽകും എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് എന്താ ഓർത്തിരിക്കുക. പിന്നെ പ്രൊബേഷൻ ആണ്. നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് 3 വർഷത്തിനുള്ളിൽ എന്താണ് 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ട്രെയിനിങ് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് ബോണ്ടും ഉണ്ട് അല്ലെ. ബോണ്ടും എന്താണ് നമ്മൾ നേരത്തെ എന്താണ് 7 വർഷത്തെ സർവീസ് ആണ് പറഞ്ഞത് ഏത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർക്കുള്ളത്. എന്നാൽ ഇവിടെ വരുന്നത് എന്താണ് 5 വർഷത്തെ നിർബന്ധമായിട്ടുള്ള സേവനം അല്ലെങ്കിൽ എന്താണ് എന്താണ് പ്രസ്തുത തുക നമ്മുടെ സർക്കാരിലേക്ക് അടക്കാമെന്നുള്ള ബോണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണം. ഓക്കെ,
ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർക്ക് 7 വർഷമായിരുന്നെങ്കിൽ ഇതാണ് ഫയർ ഡ്രൈവർക്ക് എന്താണ് അത് 5 വർഷത്തെ നിർബന്ധിത സേവനവും ബോണ്ടുമാണ്. പിന്നെ ഇതാണ് അപേക്ഷ സമർപ്പിക്കുന്ന രീതി നമുക്കറിയാം, ഓൺലൈനായിട്ടാണ് കേരള PSCയുടെ വെബ്സൈറ്റ് വഴി അല്ലെ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാനത്തെ തീയതി നോക്കിയാലോ, അതെപ്പോഴാണ്? അത് 14/1/2026 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരള PSCയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എന്താണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. ഇതാണ് യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ പറഞ്ഞ ഫയർമാന്റെയും ഫയർ ഡ്രൈവറുടെയും തസ്തിക എന്നുള്ളത് അല്ലെ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. വളരെ എന്താണ് നേരത്തെ തന്നെ അപേക്ഷിക്കുക. അവസാനത്തെ സമയത്തേക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വെക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിന് അപേക്ഷിക്കുക, പഠിച്ചു തുടങ്ങാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരെ നന്ദി.